എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കാം. സോയാബീൻ വെച്ചൊരു കറി ഉണ്ടാക്കാമേ. അതിനായിട്ട് ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് 1 കപ്പ് സോയാബീൻ ഇട്ട് നമുക്കൊന്ന് കുതുക്കാനായിട്ട് വെക്കാം. ഇത് അടച്ചവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കാം. 8-10 വെളുത്തുള്ളി അല്ലിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ആദ്യം ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞെടുക്കാമേ. സവാളയെല്ലാം ഇവിടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. സവാള ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 കഷ്ണം പട്ടയും 2 ബേ ലീഫും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. പിന്നെ നമ്മൾ അരിഞ്ഞിരിക്കുന്ന സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഇടണേ. ഒരു പാത്രത്തിലൂടെ നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ച് വെക്കാം. ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മുടെ ഉള്ളി വഴറ്റുന്നതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇവിടെ ഗോൾഡൻ കളറായി. അന്നേരം നമ്മൾ എടുത്തു വെച്ച മസാല, അതായത് മുളകും മല്ലിയും കൂടെ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. തക്കാളി സോഫ്റ്റായി വരട്ടെ. തക്കാളി ഇട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം. അപ്പം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകുമേ. രണ്ട് തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. മസാല മൂത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച സോയാബീൻ, അതായത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞിട്ട് വെള്ളമെല്ലാം അതിലേത് പിഴിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മസാലയെല്ലാം അതേ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കണം. നമുക്കിത് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. അപ്പം വെള്ളമൊക്കെ അതിനകത്തൊന്ന് ഇച്ചിരി ഇറങ്ങി വരും. ഇപ്പം കണ്ടോ, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം വെള്ളം ഒഴിച്ചില്ലായിരുന്നു. മസാലയിലൊക്കെ വെള്ളവും തക്കാളിയുടെ വെള്ളവും സോയാബീനിലിരുന്ന വെള്ളവും എല്ലാം ഇതാണേ. നമുക്ക് ഇത് വേകാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേകണം. ഒരു 6-7 മിനിറ്റ് എടുക്കും വേകാനായിട്ട്.
ഇപ്പോൾ കൊണ്ട് സോയാബീനൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി ചാറ്. ഇച്ചിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. ഇത് ഇച്ചിരി കസൂരി മേത്തിയാണേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് വേകട്ടെ, മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്, ഇത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തത്. അതായത് നമ്മുടെ പാല് കാച്ചിയിട്ട് അതിൻ്റെ പുറത്ത് വരത്തില്ലയോ പാട, അതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇത് ചാറൊക്കെ കുറുകി വന്നു. ഇനി നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ടിട്ട് ഇതിനെ അടച്ചു വെക്കാം. തീ അങ്ങ് ഓഫ് ചെയ്തേ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണേ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തി കഴിക്കാൻ നല്ലതാണ്.